നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അനിൽ ആന്റണി പരാജയപ്പെടണമെന്ന AK ആന്റണിയുടെ പ്രതികരണത്തിൽ അഭിപ്രായവുമായി പത്മജ വേണുഗോപാൽ. ഭക്തിലഹരിയിൽ ഒഴുകിയെത്തിയ കോമരക്കൂട്ടങ്ങളും ഭക്തസംഘങ്ങളും നിറഞ്ഞാടാൻ തുടങ്ങിയതോടെ ചരിത്ര നഗരിയായ കൊടുങ്ങല്ലൂരിന് രൗദ്രതാളം. പതിവ് തെറ്റിച്ചില്ല. ബാവ ഇക്കുറിയും വിഷുവിന് കണി കണ്ടുണരാൻ വെള്ളരി കൃഷിയുമായി രംഗത്ത്. തൃക്കൂരിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോടന്നൂർ മേലുവീട്ടിൽ തിലകന്റെ മകൻ 32 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. അനിൽ ആന്റണി പരാജയപ്പെടണമെന്ന AK ആന്റണിയുടെ പ്രതികരണത്തിൽ അഭിപ്രായവുമായി പത്മജ വേണുഗോപാൽ. ഒരച്ഛനും മകൻ തോൽക്കണമെന്ന് ആഗ്രഹിക്കില്ലെന്ന് പത്മജ വേണുഗോപാൽ. അവർ ഏതു പാർട്ടിയിലായാലും അങ്ങനെ ചിന്തിക്കുമെന്ന് കരുതുന്നില്ലെന്നും പത്മജ തൃശൂരിൽ പറഞ്ഞു. തീർച്ചയായിട്ടും എന്നെ കുത്തിയ അതേ ആൾക്കാരെ കൂടെ നടക്കണതേ, അപ്പോൾ പിന്നെ അതിൽ ചോദ്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ 2 പേരും അപ്പുറം ഇപ്പുറം നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ബോധം പോയി. എനിക്കറിയാം ഇത് എവിടെ നിന്ന് ഇനി അടുത്ത് കുത്തു വരാൻ പോണേന്ന്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ജയിക്കരുതെന്നാണ് ആഗ്രഹമെന്നാണ് ഇന്നലെ AK ആന്റണി അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മക്കൾ തോക്കണം എന്ന് ഒരു അച്ഛനും ആഗ്രഹിക്കും. അത് ഏത് പാർട്ടിയായാലും. എൻ്റെ അനുഭവം. ഭക്തിലഹരിയിൽ ഒഴുകിയെത്തിയ കോമരക്കൂട്ടങ്ങളും ഭക്തസംഘങ്ങളും നിറഞ്ഞാടാൻ തുടങ്ങിയതോടെ ചരിത്ര നഗരിയായ കൊടുങ്ങല്ലൂരിന് രൗദ്രതാളം. ചൊവ്വാഴ്ച നടന്ന ചരിത്ര പ്രസിദ്ധമായ കാവു തീണ്ടൽ ചടങ്ങിന് പങ്കെടുത്തത് നിരവധി പേർ. തിങ്കളാഴ്ച സന്ധ്യാവേളയിൽ തെളിഞ്ഞ രേവതി വിളക്ക് ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ചെമ്പട്ടൊടുത്ത് അരമണിയും കാൽച്ചിലമ്പിയും കിലുക്കി ഉറഞ്ഞുതുള്ളി കയ്യിലേന്തിയ ഉടവാൾ കൊണ്ട് നെറ്റിയിൽ ആഞ്ഞുവെട്ടി നിണമൊഴുകുന്ന കോമരങ്ങളും മുളന്തണ്ടിൽ താളമിട്ട് തന്നാരം പാട്ടുപാടുന്ന സംഘങ്ങളും ക്ഷേത്രസന്നിധിയിൽ പ്രകമ്പനം തീർത്ത് നിൽക്കുകയായിരുന്നു രേവതി വിളക്ക് തെളിഞ്ഞത്. ഇതോടെ ക്ഷേത്രാങ്കണത്തിൽ ദേവീസ്തുതികളും തന്നാരം പാട്ടും അമ്മേ ശരണം വിളികളും അത്യുച്ചത്തിലായി. ഈ സമയം പുറത്തുനിന്നും ഭക്തസംഘങ്ങൾ നിരനിരയായി ക്ഷേത്രസന്നിധിയിലേക്ക് പാഞ്ഞു കയറി. ദാരികാസുരനുമായുള്ള യുദ്ധത്തിൽ ദേവി വിജയത്തിന്റെ അടയാളമാണ് രേവതി വിളക്കെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വിളക്ക് ദർശിക്കാൻ വലിയ തോതിൽ ഭക്തരെത്തി. ഇവരിൽ പലരും കാവുതീണ്ടലും കഴിഞ്ഞായിരിക്കും ദേശത്തേക്ക് മടങ്ങുക. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ഭരണി മഹോത്സവത്തിന്റെ സുപ്രധാന ചടങ്ങായ കാവുതീണ്ടലിന് പങ്കെടുത്തത് നിരവധി പേരാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നിലപാട് തറയിൽ ഉപവിഷ്ടനാകുന്ന കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ അനുമതി നൽകുന്നതോടെയാണ് നിലപാട് തറകളിലും ക്ഷേത്രാങ്കണങ്ങളിലും പരിസരങ്ങളിലും ഭക്തിലഹരിയിൽ നിറഞ്ഞു നിൽക്കുന്ന വൻ ജനക്കൂട്ടം ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ച് ഓടി കാവ് തീണ്ടുക. പാലക്കൽ വേലൻ എന്ന വിശേഷണമുള്ള ചിറക്കൽ ദേവിദാസനാണ് ആദ്യം കാവ് തീണ്ടാനുള്ള അവകാശം. തൃക്കൂരിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോടന്നൂർ മേലുവീട്ടിൽ തിലകന്റെ മകൻ 32 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെ 10:30യോടെയാണ് മരിച്ചത്. ഏപ്രിൽ 1 രാവിലെ 6:30 തൃക്കൂർ പെട്രോൾ പമ്പിന് മുൻപിലായിരുന്നു അപകടം. കോനിക്കരയിലെ ബന്ധുവീട്ടിൽ നിന്ന് കോടന്നൂരിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. വൈദ്യുതി പോസ്റ്റിൽ ബൈക്ക് വന്നിടിക്കുന്ന ദൃശ്യങ്ങൾ പെട്രോൾ പമ്പിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. പുതുക്കാട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഭാര്യ നിമിഷ 8 മാസം പ്രായമായ ആദിക് മകനാണ്. പതിവ് തെറ്റിച്ചില്ല. ബാവ ഇക്കുറിയും വിഷുവിന് കണി കണ്ടുണരാൻ വെള്ളരി കൃഷിയുമായി രംഗത്ത്. ചേർപ്പ് ഹെർബർട്ട് കനാൽ പാലക്കൽ വീട്ടിൽ ബാബ പ്രവാസ ജീവിതത്തിന് ശേഷം 40 വർഷത്തോളമായി ജൈവ കൃഷിയിൽ സജീവമാണ്. വെള്ളരി കൂടാതെ കക്കിരിയും മറ്റ് പച്ചക്കറികളും ബാവയുടെ കൃഷിത്തോട്ടത്തിലെ പ്രധാന ഇനങ്ങളാണ്. കിലോയ്ക്ക് 25 രൂപ നിരക്കിലാണ് വെള്ളരി വിൽപ്പന. ചേർപ്പ്, ചാഴൂർ, ചിറക്കൽ, ഇഞ്ചമുടി തുടങ്ങിയ ഇടങ്ങളിലെ പച്ചക്കറി മാർക്കറ്റുകളിൽ കാർഷിക ഇനങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണ് പതിവ്. ബാവയുടെ കുടുംബവും കൃഷി സഹായത്തിന് എപ്പോഴും കൂടെയുണ്ട്. കാർഷിക മികവിന് ചാഴൂർ പഞ്ചായത്ത് തലത്തിൽ വിവിധ അവാർഡുകളും ബാവയെ തേടി എത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും വിഷുക്കാലത്ത് ഇദ്ദേഹം വെള്ളരി കൃഷിയിൽ 100 മേനി വിളവാണ് കൊയ്തെടുത്തിരിക്കുന്നത്. മുൻ വർഷത്തെ പോലെ ഈ വർഷം നല്ലോണം പച്ചക്കറി ചെയ്തു.
മത്തയുണ്ടായിരുന്നു, വെണ്ടയുണ്ടായിരുന്നു, വെള്ളരി ഉണ്ടായിരുന്നു, കക്കരി ഉണ്ടായിരുന്നു. ഇപ്പോൾ വിഷുവെള്ളരി വിളഞ്ഞു, ഞങ്ങൾ വിളവെടുപ്പ് കഴിഞ്ഞു. കൃഷി ഒരിക്കലും ചതിക്കില്ല എന്നതാണ് ബാബയുടെ ഉറച്ച വിശ്വാസം. അർജുൻ ഇരുമംഗലത്തിനൊപ്പം ജോബി ജോൺ, മീഡിയ 4. UDF സ്ഥാനാർത്ഥി കെ മുരളീധരന് മുഖം മൂടി ധരിച്ച് ബലൂണുകളുമായി പ്രചരണം നടത്തി യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരന് വേണ്ടി മുഖം മൂടികളും ബലൂണുകളുമായി പ്രചരണം നടത്തിയത്. തൃപ്രയർ സെന്ററിൽ നടന്ന വർണ്ണശബളമായ പ്രചരണം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആർട്ടിസൺ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അശ്വിൻ ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ വൈശാഖ് വേണുഗോപാൽ, കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി സജിത്രൻ തയ്യിൽ, സഗീർ നാട്ടിക, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ മിജോ പാർലം, ആഷിഖ് ജോസ്, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഉവൈസ് നാസർ, KSU ജില്ലാ സെക്രട്ടറി ജിതിൻ ചാക്കോ, റെൽവിൻ PV, ഗ്രിഗേഷ് ഇരിങ്ങാലക്കുട, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ലയേഷ് മങ്ങാട്ട്, ഡിജിൻ ഡേവിസ്, ജെറാൾഡ് PV, സുൽഫി വലപ്പാട്, റാനിഷ് രാമൻ, ശ്രേയസ് ഇടമുട്ടം, അമൽ AV, ആദർശ് നാട്ടിക, യദു TS, സന്ദീപ് AS എന്നിവർ നേതൃത്വം നൽകി. എങ്ങോട്ടെന്നറിയാതെ സ്വർണ്ണവില മുന്നോട്ട് തന്നെ. ഇന്ന് ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയും കൂടി ഗ്രാമിന് 6575 രൂപയിലും പവന് 52,600 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇത് സർവകാല റെക്കോർഡാണ്. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയും വർദ്ധിച്ച് ഗ്രാമിന് 6565 രൂപയും പവന് 52,520 രൂപയിലുമാണ് തിങ്കളാഴ്ച വ്യാപാരം നടന്നത്. 2023 ഡിസംബറിലാണ് സ്വർണ്ണവില ഉയരങ്ങളിലേക്ക് കുതിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ മാസം മാർച്ചിൽ സ്വർണ്ണവിലയിൽ തുടർച്ചയായി റെക്കോർഡുകൾ ഉയർന്നു. മാർച്ച് 29-നാണ് ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 50,000 കടക്കുന്നത്. ഈ മാസവും ഇതേ ട്രെൻഡ് തുടരുകയാണ്. തൃശൂർ അരിമ്പൂർ ഹൈസ്കൂൾ 1973-74 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗോൾഡൻ ജൂബിലി സംഗമം വേറിട്ടതായി. 50 വർഷങ്ങൾക്കിപ്പുറവും വിദ്യാർത്ഥികളായിരുന്ന കാലത്തെ ഓർമ്മകൾ അയവിറക്കി അവർ ഒത്തുചേർന്നപ്പോൾ അധ്യാപകർക്ക് തങ്ങൾ പഠിപ്പിച്ച മിക്കവരെയും ഓർത്തെടുക്കാനായില്ല. പേരുകൾ കേട്ട് കുറച്ചുപേരെ മനസ്സിലാക്കി. ആടിയും പാടിയും ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഓർമ്മ പുതുക്കി ഒരു ദിവസം ആഘോഷമാക്കിയാണ് എല്ലാവരും പിരിഞ്ഞത്. അക്ഷരത്തണലിൽ ഇത്തിരി നേരം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 3 മാസത്തെ പ്രയത്നം കൊണ്ട് അരിമ്പൂർ ഹൈസ്കൂളിൽ 4 ഡിവിഷനുകളിലായി 50 വർഷം മുൻപ് പഠിച്ച 156 വിദ്യാർത്ഥികളെ കണ്ടെത്തേണ്ടതായി വന്നു. പല വഴിക്കും അന്വേഷിച്ചു. 104 പേരെ കണ്ടെത്തി. 17 പേർ മരിച്ചു പോയിരുന്നു. കിടപ്പ് രോഗികളും വിദേശത്തുള്ളവരുമൊഴികെ 75 വിദ്യാർത്ഥികളും ബന്ധുക്കളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പഠിപ്പിച്ച അധ്യാപകരിൽ 13 പേർ ജീവനോടെയില്ല. 9 അധ്യാപകർക്ക് ശാരീരിക അവശതകൾ മൂലം വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഓർമ്മശക്തി നഷ്ടപ്പെട്ടവരും കൂട്ടത്തിലുണ്ട്. എങ്കിലും ഇവരെ ഒത്തുചേരലിൽ നിന്ന് മാറ്റി നിർത്താൻ ആ പഴയ വിദ്യാർത്ഥികൾക്ക് മനസ്സു വന്നില്ല. ഇവരുടെ വീടുകളിൽ ചെന്ന് ഉപഹാരം നൽകി ആദരിച്ച് അനുഗ്രഹം വാങ്ങിയാണ് വിദ്യാർത്ഥികൾ സംഗമവേദിയിലെത്തിയത്. ബാക്കി 3 അധ്യാപകർക്ക് മാത്രമാണ് വിദ്യാർത്ഥി സംഗമത്തിൽ നേരിട്ട് പങ്കെടുക്കാനായത്. ഇവർ തന്നെ ഭദ്രദീപം തെളിയിച്ചതോടെ 50 വർഷങ്ങളുടെ ഓർമ്മചിത്രങ്ങൾക്ക് മിഴി തുറന്നു. മൺമറഞ്ഞ സഹപാഠികളെയും അധ്യാപകരെയും അനുസ്മരിച്ചു. വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗം പ്രശസ്ത വാദ്യകലാകാരൻ പരക്കാട് തങ്കപ്പന്മാരാരുടെ മകൻ മഹേശ്വരൻ, പേരക്കുട്ടികളായ മോഹിത്, മഹാദേവൻ എന്നിവർ ചേർന്ന് സോപാന സംഗീതം പകർന്നു. അധ്യാപകരായ നാരായണിക്കുട്ടി, വിനോദിനി, ചെമ്പകം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കാറ്റാടി തണലും എന്ന ഗാനം വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ചുറ്റും നിന്ന് ആലപിച്ചതും വേറിട്ടതായി. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സാരഥികളായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, VR പത്മനാഭൻ, V വിജയലക്ഷ്മി, P സദാശിവൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി കേസുകളിൽ പ്രതിയായ കാട്ടൂക്കടവ് നന്ദിലത്ത് പറമ്പിൽ ഹാരീഷിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും മറ്റ് പല സ്റ്റേഷനുകളിലും
50ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കുഞ്ഞിമോയിൻകുട്ടി, കാട്ടൂർ ഇൻസ്പെക്ടർ ജസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. എറണാകുളം ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബേക്കറി ഉടമയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ജയിലിലായിരുന്ന ഇയാൾ ഈ അടുത്താണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. കൊടുങ്ങല്ലൂരിൽ ബസ്സിന് മുകളിൽ ഉറങ്ങാൻ കിടന്ന യുവാവ് താഴെ വീണു മരിച്ചു. ഊട്ടി സ്വദേശി 27 വയസ്സുള്ള മനീഷാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മനീഷ്. രാത്രി ബൈപ്പാസിൽ നിർത്തിയിട്ട ബസ്സിന് മുകളിലാണ് മനീഷ് ഉറങ്ങാൻ കിടന്നത്. ഉറക്കത്തിൽ താഴെ വീഴുകയായിരുന്നു. പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം. ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6575 രൂപ, പവന് 52,600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. അനിൽ ആന്റണി പരാജയപ്പെടണമെന്ന AK ആന്റണിയുടെ പ്രതികരണത്തിൽ അഭിപ്രായവുമായി പത്മജ വേണുഗോപാൽ. ഭക്തിലഹരിയിൽ ഒഴുകിയെത്തിയ കോമരക്കൂട്ടങ്ങളും ഭക്തസംഘങ്ങളും നിറഞ്ഞാടാൻ തുടങ്ങിയതോടെ ചരിത്ര നഗരിയായ കൊടുങ്ങല്ലൂരിന് രൗദ്രതാളം. പതിവ് തെറ്റിച്ചില്ല ബാവ ഇക്കുറിയും വിഷുവിന് കണി കണ്ടുണരാൻ വെള്ളരി കൃഷിയുമായി രംഗത്ത്. തൃക്കൂരിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോടന്നൂർ മേലുവീട്ടിൽ തിലകന്റെ മകൻ 32 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.